കെ രമ, അങ്ങ് തുടർച്ചയായി ഉന്നയിച്ച ഒരു ആരോപണമാണ് ടി പി കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പേരിൽ പ്രതികൾ പുറത്ത് വിഹരിക്കുന്നു എന്നുള്ളത്. ആ നമ്പറുകൾ ഞെട്ടിക്കുന്നുണ്ടോ, അതോ അത് അങ്ങനെ തന്നെയാണ് എന്ന തുടർച്ചയായ ആരോപണങ്ങൾക്ക് സാധുത കിട്ടുന്നത് പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് ഔദ്യോഗികമായി വരുന്നതിന്റെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ? ഞെട്ടലില്ല മാധു, കാരണം ഇത് അറിയാം, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. മറ്റാർക്കും ഒരു പ്രതികൾക്കും കിട്ടാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ജയിലിൽ നിന്ന് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരുപക്ഷെ നമ്മൾ കണക്കെടുക്കുന്നത് ഏറ്റവും നല്ലത് ജയിലിൽ എത്ര ദിവസം കഴിഞ്ഞു എന്നുള്ള കണക്കെടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അത്ര തവണ അവർ പുറത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം പരോൾ അനുവദിച്ച് ഇവർ പുറത്താണുണ്ട്. ഇനി ഇത് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് കിട്ടുന്നത് ആധികാരികമായ ചില കണക്കുകളാണ്. അത് രേഖപ്പെടുത്താതെ തന്നെ പുറത്തിറങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? കാരണം ഞങ്ങളൊക്കെ അതിൽ കേസിലൊരു പ്രധാന പ്രതിയാണ് KC രാമചന്ദ്രൻ. ഞങ്ങളുടെ വീടിനടുത്താണ് അദ്ദേഹം. എപ്പോഴും നാട്ടിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഏത് പരിപാടി ഉണ്ടാകുമ്പോഴും ഏത് ആഘോഷങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ കണ്ണൂർ ജയിലിൽ നിന്ന് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, പകൽ പോലെ വ്യക്തമാണ്. അപ്പം ഇത് ഇങ്ങനെയല്ലാതെ തന്നെ അതൊന്നും നേതാക്കളോട് ഇത് സംബന്ധിച്ച് ചോദിച്ചാൽ അവരെന്താണ് പറയുന്നത്? എല്ലാ സ്ക്രീനിങ്ങും കഴിഞ്ഞിട്ട് സ്വാഭാവികമായും ലഭിക്കുന്ന ഇളവാണെന്നായിരിക്കും പറയുക. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലാണെങ്കിൽ, മറ്റ് പരോളല്ല ഇവരുമായി കാട്ടുന്ന മറ്റെന്തെങ്കിലും കേസാണെങ്കിൽ ഏതെങ്കിലും ഒരു ജയിൽ ഉദ്യോഗസ്ഥന് ചെറിയൊരു നടപടി ഇതിലായിരിക്കും ഒതുക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കാരണം ഇത് കോടതിയോട് കൂടിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് മാന്യന്മാരല്ല ഇവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നിട്ട് സ്വർണ്ണ തട്ടിപ്പ്, വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നു. ലഹരി പാർട്ടി പരസ്യമായി നടത്തുന്ന കിർമാണി മനോജിന് 19 തവണയായി, കാരണം മനോജിന് ലഭിച്ച അടക്കം പരോളിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന രീതിയിലാണ് നമുക്ക് കണക്കുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇക്കാര്യം എവിടെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും? കെ രമ, ഇനി ഒരൊറ്റ മാർഗമേ നമ്മുടെ മുന്നിലുള്ളൂ, നിയമപരമായിട്ട് നീങ്ങുക എന്ന്. നിയമപരമായിട്ട് ഇപ്പോഴല്ല, ഞാൻ കുറെ നിയമമായിട്ട് നീങ്ങാൻ ആലോചിക്കുകയാണ്. അപ്പൊ അതിനെ വിവരാവകാശ മുഖേന കണക്കെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ ആ കണക്കിൽ പോലും വലിയ തോതിലുള്ള കൃത്രിമത്വം കാണിക്കുന്നുണ്ട്. കാരണം ഓരോ സ്ഥലത്ത് ആണ് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ നിയമസഭയിൽ ചോദിച്ചു. ഒരു 6 മാസം മുന്നേ ഞാൻ ഈ ചോദ്യം നിയമസഭയിൽ ചോദിച്ചതാണ്. പക്ഷെ അതിന് മറുപടി ലഭിച്ചില്ല. ഇന്നലെ വരെ എനിക്ക് അതിന് മറുപടി ലഭിച്ചില്ല. വിവരം ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമാണ് കിട്ടിയത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ ചോദിച്ചപ്പോഴാണ് ഈ ഒരു ആൻസർ കിട്ടിയത്. ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെ ഇതിനെ കോടതിയെ സമീപിക്കും. ഇനി ഒരു കാരണവശാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണം എന്തായിരിക്കും കിട്ടുക എന്നുള്ളത് കൂടി ഒരു കൗതുകമാണല്ലോ. തീർച്ചയായിട്ടും അതും ആ സാധ്യതയും എന്നെക്കൊണ്ടൊന്നും വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ല, നമുക്കറിയാലോ. പക്ഷെ ഉന്നയിക്കേണ്ട വേദികളിലെല്ലാം നമ്മൾ രാഷ്ട്രീയമായും നിയമപരമായും തന്നെ ഇതിനെ നേരിടുക എന്നതാണ്. എനിക്കൊന്നും നിയമപരമായി പോവുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. മറ്റതൊക്കെ പല മറുപടികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായ പരോളാണ്, വീട്ടുകാരുടെ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നിയമപരമായിട്ട് നീങ്ങുക എന്ന ഏറ്റവും പ്രധാന കാര്യത്തിലേക്ക് തന്നെയാണ് നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. CPM-നെ സംബന്ധിച്ചോളം എക്കാലവും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ്. ആ കേസിൽ പാർട്ടിക്കൊരു നേരിട്ടൊരു പങ്കുമില്ല എന്ന് ആവർത്തിച്ച് നാഴികയ്ക്ക് 40 വട്ടം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും എപ്പോഴും ഇത് പ്രസക്തമാവുകയും ചെയ്യുമ്പോൾ പാർട്ടി പറയും കണക്കിതാണ്, ആ പ്രതികളെ ചേർത്ത് നിർത്തുകയാണ് ഞങ്ങളെന്നങ്ങ് പറഞ്ഞാൽ പോരെ. ആ രീതിയിലാണ് കണക്ക് വരുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി CPM-ന് എത്രത്തോളം ഒരു പക്ഷേ ആത്മാർത്ഥത CPM-ന്റെ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമായി ഇത് മാറുന്നുണ്ട്? അല്ല, പാർട്ടി പറഞ്ഞ് നടത്തിയ ഒരു കൊലപാതകമായതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത പാർട്ടിക്കാണുള്ളത്, നമുക്കറിയാലോ. അതുകൊണ്ട് അവരേത് വിധത്തിലും അവർ സംരക്ഷിക്കും. അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് കൊട്ടേഷൻ പ്രവർത്തനം നടത്തിയാലും, സ്വർണം പൊട്ടിക്കൽ കേസിൽ ഉണ്ടായാലും, ലഹരി കേസിൽ ഉണ്ടായാലും, ഫോണിൽ നിന്ന് ജയിലിൽ നിന്ന് നിർബാധം ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാലും ഒന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? എവിടെയെങ്കിലും നടപടി ഉണ്ടാകുന്നുണ്ടോ? ആ പുറത്തിറങ്ങി പല കേസുകൾ, ക്രിമിനൽ കേസിൽ ഉൾപ്പെടെ അകപ്പെടുന്ന പ്രതികളുണ്ട്. അവർക്ക് വീണ്ടും പരോൾ കൊടുക്കുന്നു. പൊടിസുനി 3 ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടാണ് കഴിഞ്ഞ മാസം 1 മാസത്തെ പരോൾ അനുവദിച്ചത്. അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, അമ്മയുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അതിൽ വിവരാവകാശ കമ്മീഷന്റെ ഒരു ഇതുകൂടെ, അവരുടെ ഒരു ഉത്തരവ് കൂടി ആ ഇതിൽ കോട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞത് വിവരാവകാശ കമ്മീഷൻ കൊടുത്തത്
ബഹിരാകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം അതിന്റെ മറുപടി ഇത് കൊടുത്തു. ഞങ്ങൾ ഒരു ആരാഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, കൊടുക്കുന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ സംരക്ഷിക്കുക എന്നതാണ് ഈ പാർട്ടിയുടെ. ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നേതൃത്വത്തിന് കൊള്ളുന്നതായിരിക്കും, നേതൃത്വത്തിന് പങ്ക് പുറത്തു വരും. അതുകൊണ്ട് അവരെ നിശബ്ദരാക്കുകയെന്നും അവരെ സംരക്ഷിച്ചു കൂടെ നിർത്തുക എന്നതും ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതാണ് അവർ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നത്. പോരാട്ടം തുടരുക. ഇത് സൂചിപ്പിക്കാൻ കഴിയുന്ന ഫോറങ്ങളിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള കണക്ക് തന്നെയാണ് ഔദ്യോഗികമായ സഭയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ ലഭ്യമായിരിക്കും. സ്വാഭാവികമായി